നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതി. നവീൻ ബാബുവിന്റെ മരണം മുതൽ തന്നെ വലിയ രീതിയിൽ ആരോപണമുനയിൽ നിൽക്കുകയായിരുന്നു PP ദിവ്യ. തുടക്കം മുതൽ തന്നെ PP ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് നമ്മൾ കണ്ടത്. പറയുമെങ്കിലും വേട്ടക്കാരനൊപ്പം തന്നെയാണ് ഇപ്പോഴും പാർട്ടിയും പ്രസ്ഥാനവും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഒരു സൈഡിൽ വന്ന് ഒരു കാര്യം പറയുന്നു, മറു സൈഡിൽ പോയി മറുകാര്യം പറയുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഇപ്പോൾ കോടതി തന്നെയാണ് PP ദിവ്യയ്ക്ക് കൂടുതൽ ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം PP ദിവ്യ പൊതുപരിപാടികളിലൊന്നും തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല. സമ്മേളന കാലഘട്ടമായതിനാൽ തന്നെ പൊതുവെ തിരക്ക് പിടിച്ച സമയമാണ്. പക്ഷേ എവിടെയും PP ദിവ്യ പൊതുപരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. വീടിന് പുറത്തിറങ്ങാതെ കൃത്യമായിട്ട് സ്റ്റേഷനിലെത്തി ഒപ്പിടുന്ന ദിവസം മാത്രമായിരുന്നു PP ദിവ്യ പുറത്തിറങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ല ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നാണ് ഇളവുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ PP ദിവ്യയ്ക്ക് ഇനി കണ്ണൂരിൽ നിന്ന് മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാനും എല്ലാം സാധിക്കും. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ PP ദിവ്യയ്ക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ PP ദിവ്യ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും നേരിടുന്ന സമയത്താണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും PP ദിവ്യയ്ക്ക് ഇത്തരത്തിൽ ജാമ്യ ഇളവുകൾ ലഭിക്കുന്നത്. തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ PP ദിവ്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയാണ്. ആവശ്യപ്പെടുമ്പോൾ മാത്രം ഇനി PP ദിവ്യയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായാൽ മതി. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് പിന്നീട് ജാമ്യം അനുവദിച്ചിരുന്നു. നവീൻ ബാബുവിന് ഒക്ടോബർ 15-നാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഇത് കൊലപാതകമാണോ എന്നുള്ള തരത്തിലല്ല ചില സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് കാരണം പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും പല ദുരൂഹതയുടെ ചുരുളുകളും അഴിയാനുണ്ട്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതിന്റെ എല്ലാം തന്നെ തുടക്കം. ഇതിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യത്തിൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ടും ഉത്തരവ് വരുന്നത്. അതിൽ PP ദിവ്യ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നതിന് പിന്നാലെ തന്നെ അവർ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ അധികം പോസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവർക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ അപകീർത്തിപ്പെടുത്തിയെന്ന് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PP ദിവ്യയുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വനിതാ പോലീസ് ആയിരുന്നു കേസെടുത്തത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു ദിവ്യയുടെ പരാതി. കുടുംബാംഗങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നാണ് എന്തായാലും കുടുംബത്തിന്റെ ആരോപണം. ഇതിനെതിരെ വലിയ വിമർശനവും ഉയർന്നു നിൽക്കുന്നുണ്ട്. കേസ് CBI അന്വേഷിക്കണമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയും കോടതി പരിഗണിക്കുന്നത് 21-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹർജിയിൽ 2 തവണ വാദം കോടതി കേട്ടിരുന്നു. രേഖകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേസ് അന്വേഷണം വേറെ ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തെളിവുകൾ കിട്ടാതാകുമെന്ന വാദവുമായാണ് ഹർജി ഫയൽ ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, കളക്ടർ അരുൺ K വിജയൻ, പെട്രോൾ പമ്പിന്റെ അപേക്ഷ നൽകിയ TV പ്രശാന്തൻ എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ, സംഭവം നടന്ന ദിവസത്തെ വിവിധ CCTV ദൃശ്യങ്ങൾ എന്നിവ സംരക്ഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തന്റെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ ഹാജരാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് അരുൺ K വിജയൻ കോടതിയെ അറിയിച്ചിരുന്നു. യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. മരണത്തിലേക്ക് നയിച്ച PP ദിവ്യയുടെ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി ആരോപണം തൊട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു ഇഴഞ്ഞു നീക്കം വരെ സംശയത്തിനിടയാക്കുകയാണ്. CPM-നെയും
സർക്കാരിനെയും കുഴക്കി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടതോടെ നവീന്റെ കുടുംബത്തിലും പത്തനംതിട്ടയിലെ പാർട്ടിയിലും പുകയുന്ന പ്രതിഷേധം കൂടിയാണ് മറനീക്കി ഇപ്പോൾ പുറത്തുവരുന്നത്. പത്തനംതിട്ട CPM ഇപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. മരിച്ച നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടു കൂടിയിട്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് സംശയിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. അതും മരണം നടന്ന് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായിട്ടുള്ള പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും കൂടി പുറത്തു വരുന്നത്. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ ഗുരുതര പരാമർശമുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങളില്ല. ഇത് രണ്ടും FIRലും മറ്റു സംശയങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇത് രണ്ടും വലിയ രീതിയിലുള്ള ഒരു ദുരൂഹതയാണ് പുറത്തു കൊണ്ടുവന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര പരാമർശം ഒഴിവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കരുതുന്നു. അതേസമയം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ CBI പറഞ്ഞിരിക്കുന്നത് കോടതി പറയുകയാണെങ്കിൽ അന്വേഷണം CBI ഏറ്റെടുക്കാം എന്നുള്ള തരത്തിലാണ്. കേസിലെ പ്രതി ദിവ്യ ഉദ്യോഗസ്ഥരുടെ മുൻപ് വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ ബാബു തൂങ്ങി മരിച്ചത്. പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നതെന്നാണ് CBI വരേണ്ട ആവശ്യമില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. മരണം കൊലപാതകമാണെന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളില്ലെന്ന് പോലീസ് പറയുന്നുണ്ട്. ബന്ധുക്കൾ വരാൻ വൈകിയതിനാലാണ് ഇൻക്വസ്റ്റ് സ്വതന്ത്രരായ 5 പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിയായ PP ദിവ്യ, കൈക്കൂലി പരാതി ഉന്നയിച്ച പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P നാരായണൻ വഴി ഹൈക്കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷിയായ CPM അല്ലെന്നും ഇതിൽ പറയുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 14 നടന്ന യാത്രയപ്പ് യോഗത്തിലായിരുന്നു വിവാദങ്ങളുടെ എല്ലാം തന്നെ തുടക്കം. യോഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥലം മാറ്റിയതിന്റെ സന്തോഷം തല്ലിക്കെടുത്തി ആക്ഷേപങ്ങൾ ചുരിഞ്ഞു. അത് നമ്മളെല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്. തുടർന്ന് കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയായിരുന്നു അന്ന് നവീൻ ബാബു കളക്ടറേറ്റ് വിട്ടിറങ്ങിയത്. തലേന്ന് നടന്ന യാത്രയപ്പ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്കെതിരെ ഉന്നയിച്ച വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി പത്തനംതിട്ടയ്ക്ക് വരാനിരുന്ന നവീൻ ബാബു ട്രെയിൻ കയറിയിരുന്നില്ല. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ അതിരാവിലെ തന്നെ ഭാര്യ മഞ്ജുഷയും മക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ മലബാർ എക്സ്പ്രസ് വന്നു പോയിട്ടും നവീനെ കാണാതായതോടെ മഞ്ജുഷ സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയും അവർ നടത്തിയ അന്വേഷണത്തിലാണ് മരണവിവരം പുറത്തറിഞ്ഞത്. രാത്രി 8:55 മലബാർ എക്സ്പ്രസിലായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ട്രെയിനിൽ എന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത്. ADMന്റെ ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവീൻ ബാബുവിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോഴും ഇത് ആത്മഹത്യയാണോ അതൊരു കൊലപാതകമാണോ എന്നുള്ള സംശയം കുടുംബവും ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ഏറ്റെടുക്കണമെന്നുള്ള രീതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൂടുതൽ ഇളവുകളാണ് PP ദിവ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ PP ദിവ്യയ്ക്ക് ഒരു അവസരമായി ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.